തീർത്തും അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലാണ്, പ്രധാനമായും മുരിങ്ങൂരിൽ. ഇതിപ്പോൾ ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് സർവീസ് റോഡ് നിർമ്മാണത്തിനിടെ ഇടിയുന്നത്. ഏറ്റവും അധികം ഹെവി വാഹനങ്ങൾ പോകുന്ന ഒരു വഴി കൂടിയാണ്. താൽക്കാലികമായി ഉടനടി തന്നെ അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ട് എങ്കിൽ പോലും തൊട്ടടുത്തുള്ള വീടുകളിലേക്കൊക്കെ തന്നെ മഴവെള്ളം ഒഴുകിയെത്തുകയാണ് ഈ ഒരു സമയത്ത്. വെള്ളം പോകാനൊരു വഴിയില്ല. ആ കാന ബ്ലോക്കായി എടുക്കുക. കാനയിൽ വരുന്ന വെള്ളവും പോകാനൊരു വഴിയില്ല. ഈ കാന പണിയുന്ന സമയത്ത് നമ്മൾ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ്, ഇതിൻ്റെ വെള്ളം എവിടേക്കെങ്കിലും അപ്പോൾ ഇത് പണിയൽ മാത്രമാണ് ഞങ്ങളുടെ ചുമതല, അല്ലാതെ ഇത് വെള്ളം എവിടെ പോകും എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല എന്നാണ് ഇതിൻ്റെ കോൺട്രാക്ടർമാർ പറഞ്ഞത്. മഴ പെയ്യുമ്പോൾ രാത്രി പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഒരു ചെറിയ സ്ഥാപനം നടത്തി ജീവിക്കുന്ന ആളാണ്. അതിനുള്ളിലേക്ക് വെള്ളം കയറുമോ എന്തായാലും വല്ലാത്തൊരവസ്ഥയിലാണ്. വെള്ളം ഒഴിഞ്ഞു പോയില്ല, പിന്നീട് മഴ മാറുമ്പോൾ മാറും. പക്ഷെ അതിനപ്പോൾ കുറുകുറാ ചെളി വരും. ആ ചെളിയും എന്താ പറയുക, കുട്ടികളുടെ സ്ഥലമാണ്, മറ്റേ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അന്ന് കളക്ടറോട് വന്ന സമയത്ത് ഈ സ്ഥലം കാണിച്ചു കൊടുത്തത് പരിഹരിക്കണമെന്ന് കളക്ടർ അവരോട് വാക്കാൽ പറഞ്ഞാണ്. വണ്ടി നല്ല സ്പീഡ് പോകുമ്പോൾ വെള്ളം തെറിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അകത്തോട്ട് വരാറുണ്ട്. വാതിൽ നനയെന്ന് വെച്ചാൽ വാതിൽ തുറന്നിട്ട് അകം തുടച്ച് കളയും, അത്ര ചെളി വെള്ളം തെറിക്കും. ആകെ ദുരിതമാണ് ശരിക്കും. ഈ കാനയിലെ വെള്ളം എവിടെയെങ്കിലും പോകാനുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കണ്ടേ അവര്. ഇപ്പം ഇങ്ങോട്ട് സ്ലോപ്പ് കൊടുത്തിരിക്കുക, ഇവിടെ നിന്ന് എവിടെ പോകാനാണ് വെള്ളം? ഇത് ഓരോ പ്രാവശ്യം വെള്ളം കയറും, JCB കൊണ്ടുവരും, വെള്ളം മണ്ണിടും, ഇവർ പൊന്തിക്കും. ഇനി ഇവർ കുഴിയിലായിപ്പോൾ ഒരു 8 മാസമായി. ഇത് തുടങ്ങി അന്ന് തൊട്ട് ദുരിതമാണ്. ഉണ്ടായിരുന്ന കച്ചവടക്കാരൊക്കെ പൂട്ടിപ്പോയി. ആ ചേട്ടനാച്ചന് ഈ അസുഖം രോഗിയാണ്. ആൾ ചെറിയൊരു ചായക്കടയാണ് നടത്തിയിരുന്നത്, അതിപ്പോൾ നടത്താൻ പറ്റുന്നില്ല. ഭാര്യയ്ക്ക് അതിനൊപ്പം തന്നെ ക്യാൻസർ എന്നുള്ള രോഗം കൂടി പിടിപെട്ടിരിക്കുകയാണ്. ദുരിതപൂർണ്ണം. ഈ വെള്ളമൊക്കെ തന്നെ ഒഴുകി വരുന്ന ഒരു കനാലിലേക്കുള്ള ഭാഗമാണ്. ഈ കനാലിലേക്കുള്ള ഭാഗം കോൺക്രീറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു ദിവസം പൂർത്തിയായിട്ടേ ഉള്ളൂ. ദേശീയപാതയോരത്തുള്ള ഒരു വീട്ടിലേക്കുള്ള വഴിയാണിത്. ഒരു വാഹനം പോലും ഇങ്ങോട്ടേക്ക് ഇറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തുകാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. മാത്രമല്ല, നടന്നു പോകാൻ പോലും വളരെ ദുർഘടം പിടിച്ചൊരു വഴിയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ വെള്ളവും ഇതിനകത്തേക്കാണ്. എല്ലാ വീടുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഈ ദുർഗതിക്ക് ഒരു അവസാനമില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടുത്തുകാർ ചോദിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.